ഹലോ ഗൈസ്, നമുക്കിന്ന് സ്ട്രോബെറി പറിക്കാൻ വേണ്ടി പോയാലോ? ജർമ്മനി വന്നിട്ടുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്ട്രോബെറി പറിക്കണം എന്നുള്ളത്. അത് ഞാൻ ഇന്ന് എന്തായാലും സാധിച്ചു. രാവിലെ തന്നെ വയറും വാടകയ്ക്ക് എടുത്തിട്ട് സ്ട്രോബെറി പറിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ കൂടെ തിന്നുകയും ചെയ്യാലോ. അങ്ങനെ ഞാൻ ഗൈസ് 2 ബക്കറ്റ് സ്ട്രോബെറി പറിച്ചു. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു സ്ട്രോബെറി പറിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ 2 ബക്കറ്റ് സ്ട്രോബെറി പറിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. തീറ്റേൻ്റെ ഇടയ്ക്ക് ഞാൻ പറിച്ചിടാൻ മറന്നുപോകാറുണ്ടായിരുന്നു. എന്നാലും ഞാൻ കുറച്ചൊക്കെ പറിച്ചിട്ടു. അങ്ങനെ സ്ട്രോബെറി പറിച്ച് കഴിയാറായപ്പോഴാണ് ഞാനൊരു സാധനം നോട്ടീസ് ചെയ്തത്. ചെരിഞ്ഞ ഇറക്കുന്ന പറിക്കാൻ പാകത്തിനുള്ള ഒരു വണ്ടി. ഇത് നേരത്തെ കണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉപയോഗമായിരുന്നേനെ. അങ്ങനെ ഞങ്ങൾ 3 കിലോ സ്ട്രോബെറി പറിച്ചു. അങ്ങനെ അവിടുത്തെ ആ പുള്ളി ഞങ്ങൾക്ക് ഒരു പാക്കറ്റും കൂടെ ഗിഫ്റ്റായി തന്നു. അങ്ങനെ ഞങ്ങളുടെ സ്ട്രോബെറി പറിക്കൽ കഴിഞ്ഞു. അങ്ങനെ സ്ട്രോബെറി പറിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് യോഹാനസ്ബീരം പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനായി ഒരു ഫാമിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ റാസ്ബെറീസ്, ബ്ലാക്ക് യോഹാനസ്ബീരൻ, അതുപോലെ തന്നെ ചെറീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെറീസ് ഉണ്ടായിരുന്നു. അതൊരു ചെറിയ ഫാം ആയതുകൊണ്ട് അവിടെ കോഴികൾ, അതുപോലെ തന്നെ മുയൽ, ബീസ്, തേനീച്ചക്കൂട് അതൊക്കെ കണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ യോഹാനസ്ബീരം പറിക്കാൻ വേണ്ടി ആ തോട്ടത്തിലെത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു യോഹാനസ്ബീരം കാണാൻ വേണ്ടിയിട്ട്. ആരോ റെഡ് മുത്തുകൾ കോർത്തിട്ട പോലെയായിരുന്നു. ഞാനാണെങ്കിൽ ഒരുപാട് കഴിച്ചില്ല, കാരണം സ്ട്രോബെറി ഇന്ന് വയറ് നിറച്ചതുകൊണ്ട്. അത് മാത്രമല്ല, ഇതിന് ഭയങ്കര പുളിയും കൂടെയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം കഴിച്ചത് ബുദ്ധിമുട്ടിയില്ല. പറിച്ചിരുന്നതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കാലിൽ ചൊറിച്ചിലായിരുന്നു ഈ ചൊറിയണം കാരണം. അതൊക്കെ സഹിച്ച് ഞാൻ പറിച്ചിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ്, അത്യാവശ്യം ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ 1-2 കഴിക്കുന്നുണ്ടായിരുന്നു. സ്ട്രോബെറി പോലെ ഇതൊരു 2-2.5 കിലോ ഒന്നും പറിക്കാൻ പറ്റിയില്ല. എന്നാലും 1-1.5 കിലോ പറിച്ചു, 2 ബക്കറ്റിലായിട്ട്, ഒരു 2 കുഞ്ഞ് ബക്കറ്റിലായിട്ട്. അപ്പോൾ ഈ പറിച്ചതൊക്കെ ഇനി ജാം ഉണ്ടാക്കലാണ് അടുത്ത ടാസ്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.